ഇത് ഏറ്റവും നല്ല പീക്കിൽ നിൽക്കുന്ന സമയത്ത് റിട്ടയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിരമിച്ചിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ദിലീപിന്റെ മനസ്സിലുണ്ടോ? ഇപ്പൊ സച്ചിനൊന്നും അത് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ സച്ചിന്റെ പീക്ക് എന്ന് പറഞ്ഞ സച്ചിന്റെ ഏറ്റവും നല്ല ഇന്നിങ്സ് ഞാൻ കണ്ടിട്ടുള്ളത് 2011 ലോകകപ്പിന് 2 മാസം മുമ്പ് കേപ്പ് ടൗണിന്റെ ഡെയിൽ സ്റ്റെയിനെതിരെ ഒരു ടെസ്റ്റ് 100 146 അത് ആ കാലത്ത് സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഒരു അൺപ്ലേയബിൾ ഒരു ബോളറായിരുന്നു ശരിക്കും. ആ സ്റ്റെയിനെതിരെ അത്ര നന്നായി കളിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ലെവലിലുള്ള ഇന്നിങ്സ് ആയിരുന്നു. അതുപോലെ അവസാനത്തെ 3 കൊല്ലം പിന്നീട് ഒരിക്കലും സച്ചിന് കളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ സച്ചിൻ ടീമിൽ നിന്നത് കാരണം വിരാട് കോഹ്ലി, പുജാര, വേറെ മുരളി വിജയ്, ഇങ്ങനെ കുറെ കളിക്കാർക്ക് മുന്നോട്ട് വരാൻ പറ്റി. അവർക്ക് സച്ചിനെ പോലത്തെ ഒരു കളിക്കാരൻ്റെ കൂടെ ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യാൻ പറ്റിയത് കാരണം എല്ലാവരും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ അനുഭവത്തിൽ നിന്ന് കിട്ടിയത്. ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സിൽ ഇപ്പം പ്രത്യേകിച്ചും ബ്രയൻ ലാറയെ പോലെ ഒരാൾ നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നില്ല. ബ്രയൻ ലാറി ഒന്നും ഒരു ഫോം മങ്ങിപ്പോയിട്ടില്ല, ടീം തന്നെ ഇല്ലാണ്ടാകുന്ന അവസ്ഥയിൽ റിട്ടയർ ചെയ്യേണ്ടി വരുന്ന ഗ്ലെൻ മെഗ്ര ആയിരുന്നു ഒരു ലാസ്റ്റ് ടെസ്റ്റിൽ വരെ. ഷെയ്ൻ വോൺ ഇവര് ശരിക്കും ഇനിയും കളിക്കാലോ എന്ന് ആൾക്കാർ ചോദിക്കുമ്പോഴാണ് അവര് വിരമിച്ചത്, മതി എന്ന് പറഞ്ഞിട്ട്. ആഷസ് 5-0 ജയിച്ചിട്ട് രണ്ടുപേരും ഇനി നിർത്താന്ന് പറഞ്ഞിട്ട്. അത് ടെസ്റ്റ് ക്രിക്കറ്റ്. മെഗ്ര പിന്നെയും ഒരു ലോകകപ്പും കൂടി കളിച്ചു, അതും കൂടി ജയിച്ചിട്ടാണ് നിർത്തിയത്. അതുപോലെ സൗരവ് ഗാംഗുലിയുടെ റിട്ടയർമെന്റും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെയാണല്ലോ ഉണ്ടായത്. ഗാംഗുലിയുടെ പക്ഷെ ബോർഡിൽ നിന്നും സെലക്ടേഴ്സിനും കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ധോണിക്ക് ഒരു പുതിയ ടീം വേണം, കുറച്ചും കൂടി ചെറുപ്പമായിട്ടുള്ള കളിക്കാർ വേണം എന്നൊക്കെ പറഞ്ഞ് ODI ടീമിൽ നിന്ന് 2 പേരെയും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു തർക്കമായിരുന്നു. അത് ന്യൂസായിട്ട് അങ്ങനെ പുറത്ത് വന്നില്ല. പക്ഷെ ഞങ്ങൾ പേർത്തിലുള്ളപ്പോഴാണ് ജനുവരി 2008 ടെസ്റ്റ് ഇന്ത്യ ജയിച്ചു. എന്നിട്ട് ഒരു ദിവസം ബാക്കി 5th ഡേ കളി ഇല്ലാത്തത് കാരണം ഇവർ ബോട്ടിങ്ങിന് പോയി സ്വാൻ റിവറിൽ കുറെ കളിക്കാർ. അപ്പൊ ഇവരുടെ റൂമിലേക്കാണ് സെലക്ടേഴ്സ് വിളിച്ചത്, നേരിട്ട് വിളിക്കും കൂടി ചെയ്തില്ല. റൂമിൽ വിളിച്ചിട്ട് ആൻസറിങ് മെഷീനിൽ മെസ്സേജ് ഇടുക ചെയ്തത്, നിങ്ങളെ ടീമിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അത് രാഹുലിനൊക്കെ അത് വളരെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ് ഇത്രയും കൊല്ലം ഇന്ത്യക്ക് വേണ്ടി കളിച്ച കളിക്കാരോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുക എന്നുള്ളത്. അത് ധോണിയോട് കുറെ കാലം ആൾക്കാർക്ക് ആ ഒരു വിരോധം ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തുവല്ലോ, അങ്ങനെ അല്ല ഒരു ഗാംഗുലിയോടോ ദ്രാവിഡിനോടോ പെരുമാറേണ്ട എന്നുള്ളൊരു കംപ്ലൈന്റ് കുറെ കാലം ഉണ്ടായിരുന്നു.